സ്കൂൾ പാഠ്യപദ്ധതി കലാവിദ്യാഭ്യാസം ഉൾപ്പെടുത്തി പരിഷ്കരിച്ച ശേഷമുള്ള ആദ്യ കലോത്സവമാണിത്. ഇത് എന്തുമാത്രം ഗുണം ചെയ്തു എന്നതിനെക്കുറിച്ച് SCERTയുടെ കലാവിഭാഗ മേധാവി ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ സംസാരിക്കുന്നു. സാർ, എത്രമാത്രം ഗുണം ചെയ്തിട്ടുണ്ട് ഇങ്ങനൊരു പരിഷ്കരണം മൂലം? സംസ്ഥാനത്ത് പാഠ്യപദ്ധതി സമഗ്രമായി പരിഷ്കരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് -2 തൊട്ട് +2 വരെ ഡോക്ടർ അബ്ദുൽ അസീസിനെ കമ്മീഷനായി നിയമിക്കുകയും അധ്യക്ഷനായ ഒരു കമ്മീഷൻ നിയമിക്കുകയും +1 +2 പ്രൊഫസർ POJ ലബ്ബയെ അധ്യക്ഷനായി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. ഈ കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ് കലാവിദ്യാഭ്യാസത്തെ ഔപചാരിക വിദ്യാഭ്യാസത്തിൽ സ്കോളാസ്റ്റിക് ഏരിയയിൽ, അതായത് വൈജ്ഞാനിക മേഖലയിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് പരിഷ്കരിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം നടക്കുന്ന ഒരു കലോത്സവം എന്നുള്ള നിലയിൽ വളരെയേറെ പ്രസക്തിയുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു നിരീക്ഷണത്തിൽ കുട്ടികളുടെ പങ്കാളിത്തം, നമ്മളിപ്പോൾ ഈ മത്സരിക്കാൻ വരുന്ന കലാപരിപാടികളുടെ മത്സരത്തേക്കാൾ പ്രസക്തി അനുഭവവേദ്യമാക്കുക എന്നുള്ളതാണ്. നമ്മൾ പാഠ്യപദ്ധതി ഉണ്ടാക്കിയപ്പോഴും അങ്ങനെയായിരുന്നു. മത്സരത്തിന് പ്രസക്തി കൊടുക്കാതെ കലയെ അനുഭവവേദ്യമാക്കുക, കല എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുക, കല പെർഫോമറെ പോലെ തന്നെ ഒരു കല പ്രകടിപ്പിക്കുന്ന പോലെ തന്നെ പ്രാധാന്യം കല ആസ്വദിക്കുന്നതിനുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആസ്വാദകരായി കഴിഞ്ഞാൽ കലയുടെ മൂല്യം വർദ്ധിക്കുക, കല ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ കലാമൂല്യം ഉൾക്കൊണ്ടാൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ സ്വഭാവ രൂപീകരണത്തിലും ഉണ്ടാകും. അങ്ങനെയാണ് ഈ വൈകാരിക മേഖലയുടെ ഉത്തേജനത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആഗോളതലത്തിൽ വ്യക്തിത്വ വികാസത്തിന് വൈകാരിക മേഖലയുടെ ഒരു ഉത്തേജനം അത്യാവശ്യമാണെന്ന് ആഗോളതലത്തിലുള്ള പഠനത്തിൽ കണ്ടെത്തിയിട്ടുള്ളതാണ്. നമുക്ക് വൈജ്ഞാനിക മേഖലയിൽ മാത്രം ഊന്നൽ നൽകി, അല്ലെങ്കിൽ ഈ കോഗ്നിറ്റീവ് ഡൊമൈൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ഒരു പഠന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കോഗ്നിറ്റീവ് ഡൊമൈൻ നമ്മൾ IQവിനോടൊപ്പം തന്നെ EQവിനും പ്രാധാന്യം കൊടുത്ത്, അല്ലെങ്കിൽ SQവിനും പ്രാധാന്യം കൊടുത്ത്, ഇമോഷണൽ ക്വോഷ്യൻറ്റും സോഷ്യൽ ക്വോഷ്യൻറ്റും, സാമൂഹിക മാനവും അതുപോലെ തന്നെ വൈകാരിക മാനവും പിന്നെ ബുദ്ധിമാനവും ഒന്നുപോലെ വളർത്തിയെടുത്താൽ മാത്രമേ കുട്ടിക്ക് ജീവിതത്തിൽ വിജയിക്കാനാകൂ എന്നുള്ളൊരു കണ്ടുപിടുത്തത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ കലാവിദ്യാഭ്യാസത്തിന് ഇത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നത്. വൈകാരിക മേഖലയുടെ ഉത്തേജനത്തിന് പരിപോഷിപ്പിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യമാണ് കലാപഠനം. എത്ര ഗുണം ചെയ്തു ഈ കലോത്സവത്തിൽ? അതിൻ്റെ പങ്കാളിത്തമോ നിലവാരമോ എന്തെങ്കിലും വർദ്ധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ 2ാം പാദത്തിൽ ആദ്യമായിട്ട് പരീക്ഷ നടത്തിയ വർഷമാണ് ഈ വർഷം. അപ്പോൾ കലാപഠനത്തിന് പരീക്ഷ നടത്തിയപ്പോൾ നമ്മൾ 4 മേഖല കോൺസെൻട്രേറ്റ് ചെയ്താണ്: നാടകം, സംഗീതം, നൃത്തം, ചിത്രകല. അപ്പോൾ കുട്ടികൾക്ക് വരയ്ക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് അത് തിരഞ്ഞെടുക്കാം പരീക്ഷയ്ക്ക്, പാടാൻ കഴിവുള്ള കുട്ടികൾക്ക് സംഗീതം തിരഞ്ഞെടുക്കാം, അഭിനയിക്കാൻ കഴിവുള്ളവർക്ക് നാടകം എടുക്കാം, അതേപോലെ നൃത്തത്തിൽ കൂടുതൽ താല്പര്യമുള്ളവർക്ക് നൃത്തം സെലക്ട് ചെയ്യാം. അങ്ങനെ ഈ കുട്ടികളുടെ സമഗ്രമായ ഒരു വ്യക്തിത്വ വികാസത്തിന് ആവശ്യമായ, അല്ലെങ്കിൽ അവരുടെ എല്ലാ കഴിവുകളും പരിപോഷിപ്പിക്കാനുള്ള സാഹചര്യം സ്കൂളുകളിൽ തന്നെ ഉണ്ടാവണം എന്നുള്ളതിൻ്റെ വെളിച്ചത്തിലാണ് അവർക്ക് ഇങ്ങനെ പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു മേഖല തിരഞ്ഞെടുത്ത് പരീക്ഷ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പരിശോധിച്ചപ്പോൾ എല്ലാ കുട്ടികളും ഇത് വളരെ ആവേശത്തോടുകൂടിയാണ് വരവേറ്റത്. അവർക്ക് ഏതെങ്കിലും ഒരു കഴിവില്ലാത്ത കുട്ടികളില്ല എന്ന് തന്നെ പറയാം, തുലവും തുച്ഛമാണ്. അങ്ങനെ എല്ലാ കുട്ടികളും ഏതെങ്കിലും ഒരു മേഖലയിൽ പങ്കെടുക്കുകയും വളരെ താല്പര്യത്തോടുകൂടി പങ്കെടുക്കുകയും മറ്റു വിഷയങ്ങളെക്കാൾ കൂടുതൽ താല്പര്യത്തോടുകൂടി കലാപഠനത്തെ വരവേറ്റതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സ്കൂളുകളുടെ പങ്കാളിത്തം വർദ്ധിച്ചിട്ടുണ്ട്. പല സ്കൂളുകളിൽ നിന്നും സബ് ജില്ലയിൽ വരെ കൊണ്ടുപോകാത്ത സ്കൂളുകളുണ്ടായിരുന്നു മത്സരങ്ങൾക്ക്. ഇപ്പോഴങ്ങനെയല്ല, ഇപ്പോൾ എല്ലാ സ്കൂളുകളിൽ നിന്നും സബ് ജില്ല വരെ പോകാനായിട്ട് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷം വളരെയധികം അത് കൂടിയിട്ടുണ്ട്. മറ്റ് സബ് ജില്ലകളിൽ വരെ എത്തുക, അല്ലെങ്കിൽ സബ് ജില്ലയിൽ നിന്ന് ജില്ല വരെ എത്തുക, ജില്ലയിൽ നിന്ന് സംസ്ഥാനം വരെ എത്തുന്ന നമുക്കൊരു ലിമിറ്റേഷനുണ്ട്. പക്ഷേ സബ് ജില്ല വരെ എത്താനായിട്ടുള്ള കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ കുട്ടികൾ ഈ വർഷം സ്കൂളുകളിൽ നിന്ന് സബ് ജില്ലയിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കലാപഠനത്തെ ഫലമായിട്ടാണ് ഈ കലോത്സവത്തിൽ ഇത്രയും പാർട്ടിസിപ്പേഷൻ ഉണ്ടായതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ കലാവിദ്യാഭ്യാസത്തിനായി SSA അനുവദിക്കുന്ന ഫണ്ട് 150 കോടി രൂപ പാഴായി എന്നൊരു ആരോപണമുണ്ട്. അതേക്കുറിച്ച് എന്താണ് SCERTയുടെ ആളെന്ന നിലയിൽ താങ്കൾക്ക് പറയാനുള്ളത്? SCERTയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കരിക്കുലം ഉണ്ടാക്കുക, സിലബസ് പരിഷ്കരിക്കുക, അല്ലെങ്കിൽ പാഠ്യപദ്ധതി ഇമ്പ്രൂവ് ചെയ്യുക, പാഠ്യപദ്ധതിക്ക് വേണ്ട സോഴ്സ് കൊടുക്കുക, അങ്ങനെ അക്കാഡമിക് കാര്യങ്ങളിൽ മാത്രം ഇടപെടാനുള്ള ഒരു അധികാരമേ SCERTക്കുള്ളൂ. മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ഗവൺമെൻറ്റും ഒക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആവിധ കാര്യങ്ങളെ പറ്റി കൂടുതലൊരു ശ്രദ്ധിക്കാനോ അതിനകത്ത് ഞങ്ങളുടെ പക്ഷേ പാഠ്യപദ്ധതിയിൽ നമ്മൾ 1ാം ക്ലാസ് മുതൽ പ്രൈമറി തലത്തിൽ സോഴ്സ് ബുക്ക് ഉണ്ടാക്കി
അപ്പർ പ്രൈമറി തലത്തിൽ സോഴ്സ് ബുക്ക് ഉണ്ടാക്കി, ഹൈസ്കൂൾ തലത്തിൽ സോഴ്സ് ബുക്ക് ഉണ്ടായി. പിന്നെ +1 +2 മ്യൂസിക്കിനും മറ്റും ആദ്യമായിട്ട് തന്നെ സംസ്ഥാനത്ത് പുതിയ പുസ്തകം ഉണ്ടായി. ഇങ്ങനെയുള്ള അക്കാഡമിക് കാര്യങ്ങളിലെല്ലാം വളരെ നീതിപൂർവ്വം വളരെ പ്രയോജനം ചെയ്യുന്ന തരത്തിൽ പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ച് മുന്നോട്ട് പോകാനായിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ എന്നാൽ അത് ഗവൺമെൻറ് വളരെ കൂട്ടായിട്ട് ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് സാമ്പത്തികമായ ബാധ്യത വരുന്ന പല കാര്യങ്ങളും ഗവൺമെൻറ് നയപരമായ കാര്യങ്ങളായതുകൊണ്ട് ഗവൺമെൻറ് എടുക്കേണ്ട തീരുമാനമായതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് അഭിപ്രായം പറയാൻ കഴിയുന്നില്ല. അധ്യാപന നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ അങ്ങനെ ഗവൺമെൻറ് നിരുത്തരവാദ സമീപനം കാണിക്കുമ്പോൾ അത് ഈ കലാവിദ്യാഭ്യാസത്തെ തീർച്ചയായും പിന്നോടിക്കത്തില്ലേ? ഇല്ലില്ല, തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ വർഷം ഈ പാഠ്യപദ്ധതി ഉണ്ടാക്കിയപ്പോൾ തന്നെ പുതുക്കിയ പാഠ്യപദ്ധതി അനുസരിച്ച് സംസ്ഥാനത്തെ എല്ലാ അധ്യാപകർക്കും പരിശീലനം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാഠ്യപദ്ധതി കൺസീവ് ചെയ്യാൻ ആയിട്ട് അധ്യാപക സമൂഹം തയ്യാറായിട്ടുണ്ട്. എല്ലാ അധ്യാപക സംഘടനകളും അതിൽ സഹകരിച്ചിട്ടുണ്ട്. എല്ലാ അധ്യാപകരും ഈ ആർട്ട് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് എന്നാണ് ഇപ്പോൾ പറയുക. എല്ലാ പഠനം രസകരവും ആനന്ദകരവും ആസ്വാദ്യകരമാക്കുക എന്നുള്ള ഒരു രീതിയിൽ എല്ലാ അധ്യാപകർക്കും കലാപരമായി പഠിപ്പിക്കുന്നതിനും കലയെ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ കലയെ പ്രയോജനപ്പെടുത്തി പഠിപ്പിക്കുന്നതിനും സാധിക്കണം. ഇപ്പോൾ മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകർ ഈണത്തിലും താളത്തിലും കവിത ചൊല്ലി പഠിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു കലാപരമായ കഴിവുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അഥവാ അവർക്ക് ഈണത്തിലും താളത്തിലും പാടാൻ കഴിയാത്ത അധ്യാപകരാണെങ്കിൽ മറ്റുള്ള അധ്യാപകരുടെ അതിന് കഴിയുന്ന അധ്യാപകരുടെ അല്ലെങ്കിൽ കുട്ടികളുടെ സഹായത്തോടു കൂടി ഈ കലയെ ഉപയോഗപ്പെടുത്തി ക്ലാസ് ആസ്വാദ്യകരമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അത് ആഗോളതലത്തിലുള്ള ഒരു സമീപനം അങ്ങനെയായിട്ടുണ്ട്. ഇപ്പോൾ ആർട്ട് ഇൻ്റഗ്രേറ്റഡ് ലേണിങ്ങിന് വികസ്വര രാജ്യങ്ങളിലെ കരിക്കുലം പ്രോത്സാഹിപ്പിക്കുന്നു. ദേശീയ തലത്തിൽ NCERT അതിന് വേണ്ട പ്രോത്സാഹനം തരുന്നു. ഇൻ്റർനാഷണൽ തലത്തിൽ ഡൽഹിയിൽ വെച്ച് ഒരു സെമിനാറും വർക്ക്ഷോപ്പൊക്കെ കഴിഞ്ഞ വർഷം നടത്തിയിരുന്നു. ഡൽഹിയിലെ ഒരു 37 സ്കൂളുകളിൽ ആർട്ട് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് എന്ന പ്രോജക്റ്റ് തന്നെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. താങ്കൾ സ്റ്റേജ് പ്രോഗ്രാം നടത്തുന്ന ഒരു സംഗീതജ്ഞൻ കൂടിയാണ്. അപ്പോൾ കലോത്സവത്തെക്കുറിച്ച് എന്താണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ? കലോത്സവത്തിലെ മത്സരങ്ങളുടെ ഒരു അതിപ്രസരം അത് പലപ്പോഴും ഗുണം ചെയ്യും. അപ്പീലുകളുടെ പ്രവാഹമൊന്നും ഈ കലയ്ക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളൊരു അഭിപ്രായമാണുള്ളത്. ഈ കലയുടെ ഒരു മൂല്യം എന്ന് പറഞ്ഞാൽ കലാ പഠനത്തിന് തന്നെ നമ്മുടെ ആസ്വാദന ശേഷി കൊണ്ട് നമ്മളിലുണ്ടാകുന്ന മാറ്റം, ഒരു വ്യക്തിയിലുണ്ടാകുന്ന മാറ്റം, ഈ മൈക്രോ ഇൻട്രാക്റ്റീവ് പവർ എന്നൊക്കെ പറയത്തില്ലേ, സൂക്ഷ്മ സംവേദന ശക്തി ഒരാളിൽ ഡെവലപ്പ് ചെയ്യുന്നത് ആസ്വാദനത്തിലൂടെയാണ്. അപ്പോൾ ആസ്വാദന ശേഷിക്ക് വളരെ പ്രയോജനമുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായിട്ട് ടേസ്റ്റുള്ള ഭക്ഷണം കഴിച്ചാൽ കൂടുതൽ ഉമിനീര് ഉൽപ്പാദിപ്പിക്കപ്പെടും. നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് വളരെ അനായാസകരമായി തീരും. അതേപോലെയാണ് ഏത് കാര്യങ്ങളും നമ്മൾ ആസ്വദിച്ച് ചെയ്താൽ നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ രക്തസമ്മർദ്ദത്തിനും നമ്മുടെ ശരീരത്തിൻ്റെ താപനിലയും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും എല്ലാത്തിനും ഒരു ആരോഗ്യകരമായ മാറ്റം ഉണ്ടാകും. അവൻ ആസ്വാദനം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഉറക്കം പോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് ആസ്വാദനം എന്നാണ് എൻ്റെ അഭിപ്രായം. കലോത്സവത്തെക്കുറിച്ച് നിങ്ങൾ ഓർമ്മകളോ കലോത്സവത്തിൽ പങ്കെടുത്ത അനുഭവങ്ങളോ മറ്റോ പറയാനുണ്ടോ? കലോത്സവത്തിൽ പങ്കെടുത്ത എനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ഞാൻ ഹൈസ്കൂൾ തലത്തിൽ 3 വർഷവും ശാസ്ത്രീയ സംഘത്തിന് 1ാം സ്ഥാനം വാങ്ങിച്ചതാണ്. പക്ഷേ ഈ 1ാം സ്ഥാനം സ്കൂൾ തലത്തിൽ കിട്ടിയതിന് ശേഷം സബ് ജില്ലാ തലത്തിലോ ജില്ലാ തലത്തിലോ കൊണ്ടുപോകുന്നതിന് അന്നത്തെ അധ്യാപകർ തയ്യാറല്ലായിരുന്നു. അതിൻ്റെ കാരണം അന്ന് അധ്യാപകർക്ക് ഒരാളിന് ഇന്നത്തെ സിറ്റുവേഷൻ അല്ല. അന്ന് അധ്യാപകർ പലപ്പോഴും ഒഴിഞ്ഞു മാറുവാനോ അല്ലെങ്കിൽ പോകാൻ സന്മനസ്സുള്ള രക്ഷകർത്താക്കൾ 2ാം സ്ഥാനക്കാരാണെങ്കിൽ അവരെ വിടുന്ന ഒരു സമീപനമായിരുന്നു. പലപ്പോഴും ഞാൻ 1ാം സ്ഥാനം വാങ്ങിച്ചിട്ടും എൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷേ 2ാം സ്ഥാനക്കാർ ജില്ലയിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ചില ദുരനുഭവങ്ങൾ എനിക്കുണ്ടായിട്ട് ഓർക്കാനുണ്ട്. പക്ഷെ അതൊരു രസകരമായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. ഇപ്പോഴത്തെ ഈ മത്സരം കാണുമ്പോൾ അന്ന് എൻ്റെ രക്ഷകർത്താക്കളോ ഞാനോ ഒന്നും അതിന് വേണ്ടി മത്സരിച്ചില്ല, പോകാനുള്ള ഒരു ആകാംക്ഷ കാണിച്ചില്ല. അല്ലെങ്കിൽ അന്നത്തെ അതിൻ്റെ സാമ്പത്തിക സിറ്റുവേഷന് ദൂരെ വെറുതെ പോകാനുള്ള സാമ്പത്തികമില്ലായിരുന്നു എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും.